ഹായ് ഓൾ, കീമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ജനുവരി 31 വൈകുന്നേരം 5 മണി വരെ സമയം ഉണ്ടെങ്കിലും അതുവരെ ഒന്നും ലേറ്റ് ആക്കാൻ നിൽക്കണ്ട. കാരണം എപ്പോഴാണ് സൈറ്റൊക്കെ അവസാന സമയത്ത് ഹാങ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ ഡോക്യുമെൻറ്റ്സും ഒക്കെ പക്കയാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. വേണ്ടേ? മുൻ വർഷങ്ങളിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മുൻ വർഷങ്ങളിൽ ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഏകദേശം 1 മാസം നമുക്ക് കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും. ഏതോ ഒരു വർഷം 2 മാസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് കീമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടുന്നുള്ള കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി Xylem തന്ന ബാച്ചാണ് XPL കീം എന്ന് നമുക്കറിയാം. അതിൻ്റെ ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടൊരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. കൂപ്പൺ കോഡ് NY15 ആണ്. ഓൾറെഡി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളാണ്. പിന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പാറ്റേൺ ചേഞ്ച് നിങ്ങൾ എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ടാകും അല്ലെ. കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോഴേ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും നമുക്കത് ബോർഡ് എക്സാമിന് വളരെ അടിപൊളിയായിട്ട് എന്താക്കും, സഹായിക്കുവാണ്. പിന്നെ CBSE കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെവൽ കൂടിയതാണ്. അപ്പോൾ നിങ്ങൾ കീം പ്രിപ്പറേഷൻ എന്തായാലും നിങ്ങൾക്ക് വീണ്ടും അതിനെ സഹായിക്കും. സോ സമയം കളയണ്ട, ഉടനെ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. പെട്ടെന്ന് നമ്മൾ റഷായിട്ട് ഇനി പഠിച്ചു തുടങ്ങുക. കാരണം വേറെ ഒന്നിനും വേണ്ടി നമുക്ക് എന്തില്ല മക്കളെ, സമയമില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകുന്ന എക്സാമാണ് എൻട്രൻസ് എക്സാമിനേഷൻ. നമ്മൾ പഠിക്കുന്ന കോളേജാണ് നമുക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഏത് കമ്പനിയിൽ ജോലി ചെയ്യണം തീരുമാനിക്കുന്നത് അവിടുന്ന് കിട്ടുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ്. അതോടൊപ്പം നമ്മുടെ അലുമിനി നെറ്റ്വർക്ക്, നമ്മുടെ ഫ്രണ്ട്സിൻ നെറ്റ്വർക്ക്, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ക്യാമ്പസ് ആണ്. കാരണം ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കിട്ടും. ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക്സ്, ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ്, അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളായിട്ടായിരിക്കും നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. സോ ഈ സമയമാണ് അതിനു വേണ്ടിയുള്ള ക്രൂഷ്യൽ ടൈം. സോ ഈ അവസരം കൃത്യമായി മക്കളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അടുത്ത വർഷം നിങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളി എഞ്ചിനീയറിംഗ് കോളേജിലും അതുപോലെ ഫാർമസി കോളേജിൽ നിന്നായിരിക്കണം. ഓക്കെ, കാണാം.